ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒപ്പോണൻ്റ് വരാൻ നിൽക്കുവാണ്. റേറ്റിംഗ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൂടുന്നുണ്ട്. പക്ഷെ എപ്പോഴാണ് പണിയിട്ടാൽ നല്ല പ്രൊസീഡ് ഹിയർ വി ഗോ ഗൈസ്. ഒപ്പോണൻ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ചെക്കിങ് കണക്ഷൻ. ഒപ്പോണൻ്റ് എവിടെടാ? ഓക്കെ, എന്താണ് കുർട്ടിസ്ഥാനാ? എന്തോ ഒരു തേങ്ങ പേരാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ഹാലൻഡൊന്നും വേണ്ട. കസമീറോ വേറെ ആരും വേണമെന്നില്ലല്ലോ. ഓക്കെയാണ്. പോണൻ സ്കോഡ് 5122. സീനാല്ലോ. അറുഹ ഒക്കെ ഉണ്ട്. അറുഹ കുറച്ച് സീനാന്ന് തോന്നല്ലേ ഈ കാർഡ്. കാരണം നമ്മളെ ഡെനിസ് ബെർണാഡൊക്കെ കളിക്കലുണ്ട്. ഞാൻ ഈ ഫോർമേഷൻ എന്തിനാ ഇട്ടതെന്ന് വെച്ചാൽ, ഡെനീസ് ബെർണാഡില്ലേ, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഏകദേശം കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും, കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവുള്ള ഒരു യൂട്യൂബറാണ്. ഏത് ലാംഗ്വേജാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യൻ അങ്ങനെ ഏതോ ആണ്, മൊറോക്കോ ഏതോ ആണ്, എനിക്കറിയില്ല ആർട്ട്. മൊറോക്കോ അല്ല, അത് വേറെ ഏതോ ഒരു മാച്ച് കണ്ടായിരുന്നു. ഏതോ ഒരു ടീമാണ് അവൻ്റെ ഫ്ലാഗ് വരുന്നത്, എനിക്ക് ഓർമ്മയില്ല ആർട്ട്. കിട്ടില്ല പ്ലെയറാണ് ഐസ്. അതൊരു വല്ലാത്തൊരു കളിയാണ്. ഹിയർവിഗോ, നമ്മളെ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. റീസ് നല്ല കളിച്ചാൽ നമുക്ക് തിരക്കൊന്നുമില്ല. ഇമാരി കളിയിലാണ് അവൻ കളിക്കുക. എനിക്ക് അവിടെ ഓപ്ഷൻ കിട്ടുന്നില്ല. അവൻ കളിക്കുമ്പോൾ കറക്റ്റ് പ്ലേയേഴ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു എപ്പിക്കിൻ്റെ പവറാന്ന്, അതായത് ആ ഒരു പേ ടു വിൻ പവർ. എന്തായാലും കാണുമല്ലോ, പൈസ കൊടുക്കുന്നല്ലേ. റീസ്, കസമീറോ, എംബാപ്പെ, നെയ്മർ. നമ്മളതിമ കിട്ടി. ബെല്ലിംഗം, ഡിലോ, റുമി 2 വേണ്ട. ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷ്. ഇറ്റ്സ് റൂമിനിക്. ഷടാ, ഗോളി ഏരിയുന്നു. പുറത്തേക്ക് പോയിന്ന് പിന്നെ മനസ്സിലായി മാങ്ങ. നമ്മളാരായി? ടെസ്റ്റകൻ, അറൂഹോ. ഹിയർ വി ഗോ ഗൈസ്. കാസമീറോ, റീസ് ടു ബെല്ലിംഗം ടു ഡിലോ. നടന്നില്ല. അവൻ അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ അറിയാം പ്ലെയറിന്. റേറ്റിംഗ് നോക്കണ്ട. ഓക്കെ, ആരാണ് ഓടുന്നത്? റുമ്മിയാണ്. ഹിയർ വി ഗോ ഗൈസ്. റുമിനിക് ടു ഡിലോ. ടേൺ ഡിലോ ഗൈസ്. ഫിനിഷ്. ഇതെന്ത് തേങ്ങയാ? അതൊക്കെ എങ്ങനെയാണ് പുറത്താകുന്നത്? നേരത്തെ റുമ്മിൻ്റെ പുറത്തു. ഇതെന്ത് വാങ്ങുക? ഇതെങ്ങനെ പുറത്തു പോയേ? റുമ്മിൻ്റെ പിന്നെയും കുറച്ചും കൂടി ലോങ് ആണ്, സ്റ്റണ്ണിങ് ഷോട്ടാണ്. അക്യുറസി ഉണ്ടാവുമെങ്കിലും ചില ടൈമിൽ സ്റ്റണ്ണിങ് ബേസ്റ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ എന്തായെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡിലോ സാർ, സ്ക്രിപ്റ്റിംഗ് ഒക്കെ കുറെ കുറവാണിപ്പോൾ. എനിക്കറിയില്ല ഇപ്പോഴും മര്യാദയ്ക്ക് സ്ക്രിപ്റ്റിംഗ് ഉണ്ടോയെന്ന്. റോബർട്ട്സൺ, ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരുമാതിരി ഫീൽ അടിക്കുന്നുണ്ട്. ബെല്ലിംഗം, ഡിലോ, ലെറ്റ്സ് ഗോ. ടേൺ, ബെല്ലിംഗം, റോൾ ഓവർ ആൻഡ് ഫിനിഷ്. ബെല്ലിംഗമിൻ്റെ റോൾ ഓവർ വേറെ തന്നെ ഒരു പവറാട്ടോ. എടാ അതെന്തെന്നാ? സെലിബ്രേഷൻ അതിനാ? എടാ പെക്കും. ഞാൻ കഷ്ടപ്പെട്ട് അപ്പുറത്ത് അടിക്കാൻ നോക്കിയിട്ട് ഗോൾ ചെയ്യുന്നില്ല. ഇവിടെ ഒരു പാസ് പോയ പോക്ക് കണ്ടിട്ട് എനിക്ക് എന്താടോ ഇത്? അവൻ പോസ് ചെയ്തിട്ടുണ്ട്, എന്തിനാണോ എന്തോ. എനിക്ക് തോന്നുന്നു അവനിപ്പോൾ ഫുൾ ഡിഫെൻസിലിടും. പറഞ്ഞില്ല ഗൈസ്, ഫുൾ ഡിഫെൻസ്. ചിലപ്പോൾ ആ ബാറും ഡിഫെൻസിലേക്ക് ഇടും, ഷുവറാണ്. നിങ്ങൾ കണ്ടോ, ഡിഫെൻസീവായിട്ട് കളിക്കുക, ഫുൾ ഡിഫെൻസായിട്ട് കളിക്കും, 100% ഉറപ്പ്. ടാസ്കായി. ബാക്ക് പാസും കൂടി ഇട്ടാ സുഭാഷ്, അടിപൊളി. ഇങ്ങനത്തെ ഓരോന്ന് ഇപ്പോഴും ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇപ്പം ഇങ്ങനത്തെ ഞാൻ വിചാരിച്ചില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അതും കൂടി. എടാ ബാക്കിൽ കൊടുത്തറ പട്ടി. അയ്യോ പണിയായി. ഓക്കെ, ബെല്ലിംഗം, ലെറ്റ്സ് ഗോ. അവൻ അണ്ണാക്കിലെടുത്ത്. ബെല്ലിംഗമേ, കൺട്രോൾ ഇല്ലാണ്ട് ഓടി നോക്ക്. എനിക്ക് ഓപ്ഷൻ കിട്ടുന്നില്ല. ഒന്നിക്ക് സ്കോർ ചെയ്യാൻ കഴിയണം.
ബാറ് 1 ബാർ ഇട്ടിട്ടുണ്ട് ഡിഫൻസ്. എൻ്റെ പൊന്നോ തൊട്ടങ്ങിയിട്ടാ. ഇതെന്തോ ഓപ്പണൻ്റെടാ മാങ്ങാത്തലി. ഞാൻ കണ്ടന്റ് കൊണ്ട് തന്ന പോലെ ഉണ്ട്. ഇത് ഗോളടിക്കാൻ പറ്റിയവർ നല്ലാണ്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടി എന്നെ ഇരുന്ന് നോക്കും, അത് ഉറപ്പാണ്. അർണോൾഡ് എടാ അവൻ ക്ലിയർ ചെയ്ത് കളിക്കുവാന്നല്ലേ. റീസ്, വെല്ലിംഗം, ഡിലോ, റുമി, ബാക്ക് ടു ഡിലോ, ലെറ്റ്സ് ഗോ. എടുതെന്തറാ നിനക്ക് വയ്യടാ നിനക്ക്. ബ്രോയിനാ വെക്കുമ്പോൾ എടാ ഒരു ഗോൾ അടിക്കടാ പ്ലീസ് ഡാ. കുറേ ഷൂട്ട് ചെയ്യാൻ നോക്കി, ഒരു ഗോൾ അടിക്കാനില്ല. എടാ തേങ്ങ ഇവൻ എന്തെന്നാ കാണിക്കുന്നത്. വെക്കുമ്പോൾ ലെറ്റ്സ് ഗോ. വണ്ടി ഓക്കെ ഹാഫ് ടൈം. ഇതെന്ത് വാങ്ങയാണ് ഇത്. ഇങ്ങനത്തെ ഒരു ടൈമിൽ എന്ത് ചെയ്യണ്ടേ. 68% പോസ്റ്റ് ക്ലിയറൻസ് കാണിക്കോ ഇവിടെ ഇല്ലല്ലേ. ഇവിടെ കയ്യിൽ ബോളിട്ടി അടിച്ചു കളയാടോ. എനിക്കാണ് ചാൻസ് ക്രിയേറ്റ് ആക്കി തരുന്ന പോലും ഇല്ല. ഞാൻ എന്തായാലും നമ്മളെ ലൗട്ടാറോ മാർട്ടിനസിന് ഇട്ടിട്ടുണ്ട്. സൂപ്പർ സബ്ബാണ്. പിന്നെ ഡിലോനെക്കാട്ടി സ്പീഡ് ഉണ്ട്. ഇവനെന്താക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു CF മാത്രം ആക്കും, എന്നിട്ട് മറ്റേ പ്ലെയറിനെ എടുത്ത് ഡിഫൻസിലിടും മിക്കവാറും. കണ്ടോ, അങ്ങനെ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നതാണേ, ഉറപ്പില്ല. വരുന്നില്ലല്ലോടെ. എടാ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഇപ്പോഴും ഉണ്ടോ? DMFന് ഇങ്ങോട്ട് ഇട്ട് ഐസ്. ഓക്കെ, പെറ്റിറ്റ്, കാസമീറോ, നെയ്മറും ഡെബ്രോയിനും വരെ DMFൽ അവിടെ കിടക്കുന്നു. അത് കളിക്കൂലെന്ന് അറിയാം, പക്ഷെ അതല്ല സീൻ. അവിടെ കൂടുതൽ ആളുണ്ടാവും, നമുക്ക് അവിടെ ഇതിൻ്റെ ഉള്ളിൽ പാസ് ഇടാൻ പോലും കഴിയില്ല. ഇത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലായില്ല. നമുക്ക് സെമി ഓട്ടോ ഇട്ട് കളിക്കാം, അതാകുമ്പം ബാക്ക് പാസ് ഇടാൻ നല്ല ചാൻസ് ഉണ്ട്. കുറച്ചെങ്കൊന്ന് എന്താ പറയുക, മാനുവലായിട്ടും സ്വിച്ച് ചെയ്യാമല്ലോ. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. കാസമീറോ, മെസ്സി പഠിച്ചു കളിയോ. എന്താടാ എടാ നിനക്ക് വയ്യടാ. എടാ നിർത്തിപ്പോ ഓടാ. എന്നാൽ എന്തിനാ കളിക്കുന്ന പിന്നെ? ഇത് എന്താക്കുന്നിവേ? അയ്യോ, ഇതിൻ്റെ അടിയിൽ വരെ കമൻ്റ് ഉണ്ടാവും ഗൈസ്, ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റൂലേ, ഇങ്ങനെയൊക്കെ കളിക്കാനുള്ളതല്ലേ ഈ ഓപ്ഷൻ എന്നും പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാൻ പറ്റൂലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻ്റ് ഉണ്ടാവും. ആദ്യമൊക്കെ ഉണ്ടാവലുണ്ട് ഡിറീസ്. എടാ ഒരു ഓപ്ഷൻ പോലും തരുന്നില്ലടാ ഇവരൊക്കെ. അടി റൂമി പ്ലീസ്, ഒരു ഗോൾ അടിയടാ. കാസമീറോ, റീസ്, ബാക്ക് ടു റൂമി, ലെറ്റ്സ് ഗോ. മെസ്സി 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 മെസ്സി. എടാ തേങ്ങ സ്ക്രിപ്റ്റാണിത്. ലെഫ്റ്റ് ഫുട്ടുണ്ട് അടിക്കേണ്ട പ്ലെയർ ഒരുമാതിരി പൊട്ടം കളി കളിച്ചിട്ട്. ടു ഗുഡ്. ഇങ്ങനെ ആയിരിക്കണം ഗെയിം ആയാലും. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സപ്പോർട്ടും ചെയ്യണം. ഇത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയും അവിടെ? ഒരു ഓപ്ഷൻ ഇല്ല, സത്യം പറയാലോ ഒരു ഓപ്ഷൻ ഇല്ല. റീസ്, ഹലോ ഹാലൻഡ് എന്തിനാ ഇവന്? ആരെങ്കിലും ഒന്ന് അടിയടാ. നിൽക്കുമ്പോൾ അയ്യോ നേരത്തെ ഇതേപോലെ മര്യാദയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോളും കയറില്ലായിരുന്നു, ഇതൊക്കെ കാണേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഗോൾ അടിക്കുന്നതുകൊണ്ട് നമ്മളത് അറിയില്ല. അവരൊരു ഗോൾ അടിച്ചാൽ നമ്മൾ തീർന്നു. പക്ഷെ എന്താ ചെയ്യണ്ടേ? ഷോ അവൻ്റെ ഒരു പ്ലെയർ ഇല്ലടാ ആ ഭാഗത്തൊന്നും. എല്ലാം ഇപ്പോഴും ഡിഫൻസിലുള്ള 1 ബാറാണോ അതുള്ളത്? അത് ഗോൾ ആയിരുന്നെ ഞാൻ ഇപ്പം തന്നെ ഫോർഫിറ്റ് അടിച്ചേനെ. കാര്യമില്ലാന്ന് ഉറപ്പാണ്. 2 ബാറാക്കി. ഇപ്പോൾ CF ഉണ്ടാവില്ല, അതും ബാക്കിൽ പോയിക്കും. കണ്ടോ, അത് പോസ്റ്റിലെത്തി. എടാ
ഇവൻ വെറുതെ ഇത് റോഡും ഓടുന്ന പോലെ എൻ്റെ ഏതെങ്കിലും ഒരു പ്ലെയർ ഓടി ഉണ്ടെങ്കിൽ ഒരു കോടിക്കായിരുന്നു. മെസ്സി ഡിഫെൻസ് ചെയ്യാൻ പോലും അറിയാം ഗൈസ്, എന്നിട്ടും ഒരുമാതിരി ഫെയറായിട്ട് കളിച്ച് ജയിച്ചുകൂടി. ഇവനൊക്കെ പൊട്ടിയാലൊന്നും ഇത്ര വിഷമം ഞാൻ പൊട്ടലുണ്ടല്ലോ ഒരു 100 വട്ടം. ഓപ്ഷൻസ് ഇല്ല ഗൈസ്. അടി 87 കളി പൊട്ടി. സിമ്മാരി സാധനമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതിനൊന്നും വംശനാശം വന്നിട്ടില്ലേ? മരിക്കാനായിട്ടടി എനിക്കൊന്നും. നിർത്തിയിട്ട് വല്ല കിണറ്റിലും തുള്ളിച്ചാവടാ. എന്ത് ചെയ്യാനാണ് ഗൈസ്, ഇങ്ങനത്തെ ഓരോന്ന് വന്ന് ഗെയിമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. പേര് നോക്കി വെച്ചോ ഗൈസ്, ഞാൻ ഇവന് എവിടെ നിന്നും കിട്ടിയാണ്ടല്ലോ ഞാൻ ഇതിനും വലിയ പണി കൊടുക്കും, അത് ഉറപ്പാണ്. 6 ഷോട്ട് 3 ഓൺ ടാർഗറ്റ്, 3 എണ്ണം പുറത്ത്, അതിൽ 2 എണ്ണം റുമീൻ്റെ ഡബിൾ ടച്ചും പിന്നെ ഡിലോൻ്റെ ആ ഷൂട്ട്. എനിക്ക് പ്രാന്തങ്ങ് കയറി വരുന്നുണ്ട് ഒരുമാതിരി. ഞാൻ ഇവൻ്റെ സ്കോഡാണ്, എൻ്റെ സ്കോഡല്ലേ, നല്ല പ്ലേസ് ഉണ്ടല്ലോ. തേങ്ങ കൈസ് ആണ് പറയാം. ഡിവിഷൻ 1 എത്തിയടവൻ, 2 അല്ലായിരുന്നു ഉണ്ടായേ, 1 എത്തി. ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇട്ട് കൊടുക്കുക. എന്നാ കണ്ടക്റ്റാ, ഡിസ്കോർഷ്യസ് കണ്ടക്ട്, അതിലിട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇട്ടാ കൈസ്, അതറില്ലേ, അതറിലും കൂടി ഇട്ട് കൊടുക്കാം. നാറിയൊക്കെ ഒന്നും ആവാൻ പോകുന്നില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനിടുന്ന. ഇത് എന്ത് തേങ്ങയാടാ, ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ നോക്കാം ഗൈസ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ എന്തായാലും 30 കിട്ടി. ഇനി ഞാൻ തിരിച്ച് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഗൈസ്. ഇത്രയും വലിയ സ്കോഡിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല അവസ്ഥ. അതും ഗോള് കണ്ടില്ല, അവൻ്റെ ആ ഒരു കാലിലൂടെ പോയ പാസ് കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി. ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക ഗൈസ്. സോറി. അപ്പം ബൈ ഗൈസ്, ഇത്ര പറയാനുള്ളൂ. എന്തൊരു അവസ്ഥയാടേ.